ഹലോ, ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സുപ്രഭാതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂരിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ നിലമ്പൂരിലെ കാഴ്ചകൾ കണ്ടുള്ള യാത്രയിലാണ്. അപ്പോൾ പരമാവധി ക്ലിയറായ വാഹനത്തിലാണ് നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ വളരെ സാവധാനമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിലെ കാഴ്ചകളൊക്കെ കണ്ടു പോകുന്നു. അപ്പോൾ ജംഷിയാണ് നമുക്കൊപ്പം ഉള്ളത്. ജംഷി, ഇത് എത്ര വർഷം പഴക്കമുള്ള വണ്ടിയാണ്? ഇത് 93 മോഡൽ വണ്ടി. 93 മോഡൽ പഴക്കം എന്ന് പറയുമ്പോൾ 32 വർഷം. 32 വർഷം പഴക്കമുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾ നല്ല കാഴ്ചകളൊക്കെ കാണാൻ ഇതുപോലുള്ള ഓപ്പൺ ജീപ്പൊക്കെ വളരെ കൗതുകം അല്ലേ? പ്രത്യേകിച്ച് നിലമ്പൂർ ഇങ്ങനത്തെ ജീപ്പ് അത്യാവശ്യം. അതെ അതെ അതെ. ഇപ്പോൾ നമുക്ക് നിലമ്പൂരിലൂടെ സഞ്ചരിക്കുമ്പോൾ നിലമ്പൂരിലെ രാഷ്ട്രീയ വാർത്ത കൂടി ഒന്ന് എടുത്തു പോകാം. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിലമ്പൂരിലെ ഒഴിവ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഒട്ടേറെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുള്ള ഒരു വാർത്താ ദിനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നിലമ്പൂരിൽ നിന്നാണ് തത്സമയം ഞാൻ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. എല്ലാ പ്രേക്ഷകരും മിക്കവാറും നിലമ്പൂരിലേക്ക് വന്നു പോയിട്ടുണ്ടാവും. നിലമ്പൂർ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണ്. നിലമ്പൂർ വഴി ഊട്ടിക്ക് പോകാനല്ല ഞാൻ പറഞ്ഞത്. നിലമ്പൂരിൽ ഇറങ്ങി ഈ കനോളി തേക്ക് പ്ലോട്ടൊക്കെ ഒന്ന് കാണണം. നിലമ്പൂരിലെ കോവിലകമുണ്ട്. നിലമ്പൂരിൽ അങ്ങനെ സന്ദർശിക്കാൻ പറ്റിയ ഒട്ടു ചില സ്ഥലങ്ങളും ഒക്കെയുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ,